നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഭാര്യമാരോട് കൂടെ എങ്ങനെയാ പെരുമാറിയത് എന്ന് വിവരിക്കുന്ന മറ്റൊരു ഹദീസാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അന്നഹ കാനത്ത് മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ ആയിരുന്നപ്പോൾ ഫീ സഫർ, ഒരു യാത്രയിൽ, കാലത്ത് ആയിഷ ബീവി പറയുകയാണ്, വസാബഖ്തു, ഞാൻ മത്സരം നടത്തിഹു, നബിയോട് കൂടെ യാത്രയിൽ ഇങ്ങനെ വരുമ്പോ, സബഖ്തു, ഞാന് ജയിച്ചു, മുന്നിലെത്തി, വണ്ടി ഓട്ട മത്സരം നടത്തിയതാ. അല്ല വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ ഓട്ട മത്സരം നടത്തിയതല്ല, മറിച്ച് മുന്നിലെത്ത ആരാ വേഗം നടക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ആരാ വേഗം നടന്നിട്ട് മുന്നിലെത്തുക എന്നുള്ള നിലക്ക് ഒന്ന് ഓടാൻ തീരുമാനിച്ചു. അപ്പൊ സബഖ്തുഹു, അപ്പൊ ഞാന് മുന്നിലേക്ക് വിജയിച്ചു. അല രിജ്ലയ്യ, എന്റെ കാലിന്റെ മേലാണ് നടക്കുന്നത്. അപ്പൊ ഓടി വിജയിച്ചു. ഫലമ്മ ഹമൽത്തുൽ ലഹ്മ, അത് ചെറിയ കുട്ടിയായപ്പോഴാ. പിന്നെ ഞാന് എന്റെ ശരീരത്തിന് ഇറച്ചൊക്കെ വന്നപ്പോൾ, ഞാൻ തടി വെച്ചപ്പോൾ, സാബഖ്തുഹു, ഞാൻ നബിയും ഓട്ട മത്സരം നടത്തി. ഇപ്പൊ സബഖനി, നബി എന്നെ കാട്ടി വിജയിച്ചു. നബി അപ്പം ജയിച്ചു ആ മത്സരത്തിൽ. കാല, നബി തങ്ങൾ പറഞ്ഞു, ആദിഹി ബിതിൽക സബ്ഖ, നേരത്തെ നിങ്ങള് ജയിച്ചില്ല, അതിന്റെ പകരം ഞാൻ ഇപ്പോഴും ജയിച്ചു. അപ്പൊ പകരാണിട്ടത് എന്ന് പറഞ്ഞു. ഇത് നേരത്തെ നിങ്ങളുടെ വിജയത്തിന് പകരാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനല്ലേ ജയിച്ചത്. അപ്പൊ അതിച്ചിട്ടപ്പോ ഞാൻ അത് തെളിവാക്കിയിട്ട് പി.ടി. ഉഷന്റെ ഓട്ടത്തിന് തെളിവാക്കാൻ നിൽക്കണ്ട. അങ്ങനെ പെണ്ണുണ്ടായിരുന്നോണ്ട് പിന്നെ ഇല്ലേ, നിങ്ങക്ക് അറിയാലേ. അപ്പോ അത് അന്യ ആണുങ്ങളിങ്ങനെ കാണാൻ ഇങ്ങനെ കുലുക്കി ഓതുന്നതിനെ പറ്റിയല്ല പറഞ്ഞത്. മറിച്ച് ഇവിടെ ആരില്ലാത്ത ഏതെങ്കിലും മരുഭൂമിയിൽ ആളില്ലാന്ന് ഉറപ്പുണ്ടായപ്പോ എന്തായി, വേഗം പോകുക എന്നുള്ള നിലക്ക് ചെയ്തതാ. അപ്പൊ അങ്ങനെ ഒരു തമാശക്കൂടെ കാര്യം നടക്കുക എന്നൊരു നിലപാടാ. മനസ്സിലായ? ഒരു വ്യക്തി ഇങ്ങനെ പോകുമ്പോ നമ്മളൊന്നും ഓടിയോ കാര്യമില്ല എന്നറിയ കാണുമ്പോണെങ്കിൽ പുതിയ അപ്പിളി മുതൽ ഓടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ല, ആരില്ലാത്തടത്ത് ഓട്ട മത്സരം തന്നെ നടത്തിയാലും നമുക്ക് കുഴപ്പമില്ല. വരന്റെ ചുറ്റും ഇങ്ങനെ ഓടിയാൽ മതി, രണ്ടാളും കൂടി. എന്നിട്ട് ആരാ ജയിക്കണം നോക്കുക. പിന്നെ അപ്പൊ എന്നാലും അത് നബിതങ്ങള് ഭാര്യയോട് കൂടെ അങ്ങനെ ഒരു നല്ല സൽസ്വഭാവത്തിലായിരുന്നു പെരുമാറിയിരുന്നത്. മത്സരം ചിലപ്പോ തമാശക്കൂടെ മത്സരമൊക്കെ നടത്തലുണ്ട്. അങ്ങനെ മനസ്സിലായി. ഞാൻ വലിയ ആളാണ്, അപ്പൊ മത്സരം നടത്താൻ പറ്റുമോ എന്നൊന്നും ചോദിക്കണ്ട, അങ്ങനൊന്നും ചിന്തിക്കലില്ല. അതൊക്കെ സാഹചര്യം സന്ദർഭമൊക്കെ വെക്കണം. അല്ലാതെ ആണും പെണ്ണും കൂടി ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ കടക്കുളു വെച്ചിട്ട് ഓട്ട മത്സരം നടത്തില്ല. എന്നിട്ട് യൂട്യൂബിലൊക്കെ ഇടുക, നബി തങ്ങൾ ഓട്ട മത്സരം നടത്തിയതിന് തെളിവ് വെക്കുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമൻ, ഖൈറുക്കും ലി അഹ്ലി, അവന്റെ ഭാര്യനോട് നന്മ ചെയ്യുന്നവരാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആർക്ക് നന്മ ചെയ്യുന്നവനാണ്? നിങ്ങളുടെ കുടുംബത്തിന് നന്മ ചെയ്യുന്നവരാണ്. ഭാര്യ മാത്രല്ലട്ടാ, ലി അഹ്ലിഹി എന്നാ പറഞ്ഞത്. കുടുംബം എല്ലാം പെട്ട്, ഭാര്യയും പ്രത്യേകം പെടും. പിന്നെ ഞാന് ഖൈറുക്കും, നിങ്ങൾ ഖൈർ ചെയ്യുന്നവനാണ്, ലി അഹ്ലി, എന്റെ കുടുംബത്തോട് എന്റെ ഭാര്യയോടൊക്കെ ഞാൻ ഏറ്റവും ഖൈർ ചെയ്യുന്നവനാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഭാര്യക്കും കുടുംബത്തിനും നന്മ ചെയ്യുന്നവരാണ്. മനസ്സിലായ? ചിലവരുണ്ട് പുറത്തേക്കെല്ലാം നല്ല ഒക്കെ കൊടുക്കും, ഭാര്യനോട് ഭയങ്കര പുലിയാണ്. വീട്ടിലെന്നാ പുലി, പുറത്തെന്നാല് എല്ലാരോടും ഭയങ്കര സൗഹാർദ്ദവും സ്നേഹവും പൈസ വിതരണവും ഒക്കെ. ഭാര്യനോട് അടുത്ത് പുലി, അങ്ങനെ ആകരുത്. പിന്നെ വൈദാ മാത്ത സ്വാഹിബുക്കും, നിങ്ങളുടെ കൂട്ടുകാരൻ മരണപ്പെട്ടാൽ അവന് നിങ്ങൾ ഉപേക്ഷിക്കണം, അവന്റെ കുറ്റം പറഞ്ഞ് നടക്കരുത്. അതായത് ഭാര്യ മരിച്ചാലും ഭർത്താവ് മരിച്ചാലും അല്ലെങ്കിൽ വേറെ ആര് മരിച്ചാലും നിങ്ങൾ കൂടെ നടക്കുന്നതിൽ മരിച്ചാല് നിങ്ങൾ അവനെ വെടിഞ്ഞോളോ, അവനെ നിങ്ങൾ പിന്നെ അവന്റെ കുറ്റം കുറവൊന്നും പറയരുത്, മരിച്ചാലും കുറ്റം പറയരുത്. റവാഹു തിർമിദി വദ്ദാരിമി റവാഹു ഇബ്നു മാജാ അൻ ഇബ്നു അബ്ബാസ് ഇലാ ഖൗലിഹി ലി അഖ്ലിഹി. ഇപ്പൊ ഭാര്യയോട് കൂടെ എന്താക്കണം? ഖൈർ, നല്ല സ്വഭാവത്തില്
പെരുമാറണം, നല്ലത് നൽകണം, അവരെ സന്തോഷിപ്പിക്കുന്നവരാണ് ഏറ്റവും ഉത്തമമായ ഭർത്താവ്. അതുപോലെ കുടുംബത്തെയും ഖൈറും സന്തോഷവും നൽകുന്നവരാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം.